ദൈവം ഓരോരുത്തരെയും പലതരത്തിലാണ് വിളിക്കുന്നത്. ദൈവം അബ്രഹാത്തെ വിളിച്ചു, ദൈവം മോശയെ വിളിച്ചു. ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിലായിരിക്കും ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ ഇടപെടുക. ആ സിനിമയിൽ കാണുന്ന ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് പോലീസ് കഥാപാത്രങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ആദ്യം പോലീസ് ആവണം അല്ലെങ്കിൽ പട്ടാളമാവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ഉണ്ടായത്. ട്യൂഷന് പോകുമ്പോൾ ആ സമയത്ത് അവിടെയുള്ള ഒരു ദിവസം ഒരു മാഷ് ചോദിച്ചു, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത അച്ഛനാവണമെന്നായിരുന്നു. വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വൈദിക സന്യസ്ത ഫോർമേഷനിൽ ഒരു വേളയിൽ എനിക്ക് തോന്നിപ്പോവുകയാണ്, ഇതാണോ എൻ്റെ ദൈവവഴി? എൻ്റെ ജീവിതത്തിൽ എനിക്ക് നെഞ്ചോട് ചേർത്ത് നിർത്തി പറയാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുടെ സമയത്തും എനിക്ക് സധൈര്യം മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ സഹായിച്ചത്, ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, അതിനെ ഫേസ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. യേശുവിൻ ബലിയാകുവാ, തിരുബലിയേകുവാ, എന്നെ വിളിച്ചെൻ്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ, നിത്യമാം ജീവൻ നേടാ. വിശാലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, എൻ്റെ പേര് ഫാദർ ജെയ്സൺ ചുവലൂർ. വിശുദ്ധ ചാവർ പിതാവിനാൽ സ്ഥാപിതമായ CMI സഭയിലെ കോയമ്പത്തൂർ പ്രൊവിൻസിലെ ഒരു അംഗമാണ് ഞാൻ. 2024 ഡിസംബർ 30 തൃശ്ശൂർ രൂപതയിലെ അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ച് പുരോഹിതനായിരിക്കുന്നത്. നമുക്കറിയാം, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രത്യേകമായി അവരെ വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദികരായ ഞങ്ങളെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിച്ച് ഇന്ന് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച, ദൈവത്തെ ദർശിച്ച ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് തൃശ്ശൂർ അതിരൂപതയിലെ കോട്ടപ്പടി സെയിൻറ്റ് ലാസസ് ഇടവകയിലാണ്. വീട്ടിലെ ഡാഡി, മമ്മി, ഞങ്ങൾ 3 മക്കളാണ്. ചേട്ടനും അനിയത്തിയും ഉണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. ഡാഡിയും പേപ്പനും പുറത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും അതുപോലെ തന്നെ മേമയുടെയും കസിൻസിൻ്റെയും ഒക്കെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള ഒരു കുടുംബമായിരുന്നു. തറവാട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അപ്പാപ്പൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പാപ്പൻ്റെ ഗൈഡൻസിലൂടെയായിരുന്നു പലപ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് തന്നെ. അപ്പോൾ ചെറുപ്പത്തിലേ എനിക്ക് പറയാനായിട്ട് സാധിക്കും, അപ്പാപ്പൻ്റെ ഒരു ജീവിത മാതൃകയായിരുന്നു ഞങ്ങളെ പലപ്പോഴായിട്ട് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനൊക്കെ ആയിട്ട് ഞങ്ങൾ സഹായിച്ചിരുന്നത്. ഞങ്ങൾക്ക് പണ്ട് തറവാട്ടിലെ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ്റെ പശുക്കളെ കറക്കുകയും അതുപോലെ തന്നെ പള്ളിയിലേക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളും പേരക്കുട്ടികളും കൂടെ കൂടും. പ്രത്യേകിച്ച് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളും കൂടെ പോകും. അങ്ങനെ അങ്ങാടിയിൽ, കോട്ടപ്പടി അങ്ങാടിയിൽ ഓരോ വീടുകളിലും ഇങ്ങനെ പാലും കുപ്പി കൊണ്ടുവന്ന് വെച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ പലപ്പോഴും പള്ളിയിലേക്ക് പോകാറുള്ളത്. അങ്ങനെ അപ്പാപ്പൻ്റെ കൂടെയുള്ള യാത്രകളിലും അതുപോലെ തന്നെ അപ്പാപ്പൻ പറഞ്ഞു തന്നിരുന്ന കുറേ നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാലം ഞങ്ങൾ ചെലവഴിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾ സഹായിച്ചിരുന്നത് അന്ന് ഞങ്ങളുടെ അപ്പാപ്പൻ പറഞ്ഞു തന്ന ആ ഒരു നല്ല കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകമാം ഇത് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന അപ്പാപ്പനെ പ്രത്യേകം അത് ഓർക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഞങ്ങൾ 4ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോഴാണ് ഡാഡി ഗൾഫിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത്. ഞങ്ങൾ പുതിയൊരു വീട് വെച്ച് മാറുന്നത്. തുടർന്നാണ് എൻ്റെ അനിയത്തി ജന്മമെടുക്കുന്നതും ഞങ്ങൾ 5 പേരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായി ഞങ്ങൾ മാറുന്നതും. വീട്ടിൽ ഡാഡി, മമ്മിയും ചേട്ടനും അനിയത്തിയും അടങ്ങുന്ന നല്ല സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബം. തറവാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ ചെല്ലുമായിരുന്നു. പ്രത്യേകിച്ച് അനുദിന വിശുദ്ധരെ കുറിച്ച് ഓർക്കുകയും പലപ്പോഴും ചൊവ്വാഴ്ചകളിലും ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ നൊവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൊന്തയ്ക്ക് പുറമെ സുവിശേഷ വായനയും അതിനുശേഷം ഞങ്ങൾ കുടുംബത്തിലെ പാരമ്പര്യമായി ചൊല്ലി വന്നിരുന്ന പല പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ സോളമായിട്ടുള്ള, ആഘോഷമായിട്ടുള്ള കുടുംബ പ്രാർത്ഥനയായിരുന്നു പണ്ട് മുതലേ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ, പ്രത്യേകിച്ച് എൻ്റെ ഈ സന്യസ്ത വൈദിക ജീവിതത്തിലെ എനിക്കൊരു മുതൽക്കൂട്ടായിരിക്കുന്നത്.
തുടർന്ന് ഞങ്ങളുടെ പള്ളിയുടെ ഇടവകയുടെ കീഴിലുള്ള സ്കൂളുകളിലും CMC മഠത്തിലൊക്കെ പഠിച്ച് ഇപ്പോൾ 2010 ആദ്യമായി സെമിനാരിൽ ചേരുന്നത്. ചെറുപ്പത്തിലെ അങ്ങനെ അച്ഛനാവണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളുടെയും പോലെ കളിച്ച് ചിരിച്ച് നടക്കാനും സിനിമ കാണാനൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു ഞാനും. അങ്ങനെ ആ സിനിമയിൽ കാണുന്ന ഓരോ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് കഥാപാത്രങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ആദ്യം പോലീസാവണം അല്ലെങ്കിൽ പട്ടാളമാവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ട്യൂഷന് പോകുമ്പോൾ ആ സമയത്ത് അവിടെയുള്ള ഒരു ദിവസം ഒരു മാഷ് ചോദിച്ചു, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത അച്ഛനാവണമെന്നായിരുന്നു. ദൈവം ഓരോരുത്തരെയും പലതരത്തിലാണ് വിളിക്കുന്നത്. ദൈവം അബ്രാഹത്തെ വിളിച്ചു, ദൈവം മോശയെ വിളിച്ചു. ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിലായിരിക്കും ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ ഇടപെടുക. ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇടപെട്ട 2 വ്യക്തികളാണ് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് മാളിയേക്കലച്ചനും അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോജു ചിരിയങ്കണ്ടത്തച്ഛനും. ഇവർ 2 പേരുടെയും ജീവിതം അന്ന് അൾത്താര ബാലനായിരുന്ന എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അന്ന് അൾത്താര ബാലനായിരുന്ന ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷെബിനച്ചനും ഇന്ന് ദൈവത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നത്. നന്ദിയോടെ ആ 2 വ്യക്തികളെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പള്ളിപ്പണി നടന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ 2 വൈദികരുടെയും തീക്ഷ്ണമായ പ്രവർത്തനങ്ങളും ആളുകളോടുള്ള സമീപനവും ഇന്നും വളരെയധികമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മങ്ങാതെ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വികാരിച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് മാളിയേക്കലച്ചൻ വളരെ നല്ല രീതിയിൽ ഇടവകയെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ അപ്രതീക്ഷിതമായി ക്യാൻസർ രോഗം പിടിപെടുന്നത്. ഇടവക ജനങ്ങൾക്കും പ്രത്യേകിച്ച് അൾത്താര ബാലന്മാരായിരുന്ന എനിക്കും ഷെബിനച്ചനുമൊക്കെ വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു അത്. വളരെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ഇടവകപ്പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്ന ആ വേളയിലാണ് ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിയച്ചൻ മരിച്ചു പോകുന്നത്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം, കൊച്ചച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എങ്കിലും തളരാതെ ഇടവക ജനത്തെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് ബഹുമാനപ്പെട്ട കൊച്ചച്ഛനായിരുന്ന ജോജു അച്ഛനെ അന്ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇടവകപ്പള്ളിയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ശ്രമദാനത്തിലൂടെയും അതുപോലെ തന്നെ അൾത്താര ബാലന്മാരായിരുന്ന ഞങ്ങളെയും മറ്റു പല സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച പല ആശയങ്ങളുമാണ് ഇന്ന് നല്ലൊരു പള്ളി അവിടെ പണി തീർക്കുവാനായിട്ട് കോട്ടപ്പള്ളി ഇടവകക്കാർക്ക് കഴിഞ്ഞത്. തീർച്ചയായും രാത്രി വളരെ വൈകിയുള്ള ശ്രമദാനങ്ങളിലെ അച്ഛൻ്റെ ആ ഒരു എഫേർട്ട്, അച്ഛന് മുന്നിട്ടിറങ്ങിയുള്ള ആ ഒരു ശ്രമദാനം വളരെയധികം ഇടവകാംഗങ്ങളെ ഇടവകയിലേക്ക് ആനയിക്കുവാനും അവർ മുന്നിട്ട് വന്ന് ഇന്ന് ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അച്ഛൻ്റെ നിതാന്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവിടെ കാണുന്ന മനോഹരമായ ദേവാലയം ഉയർന്നു വന്നിരിക്കുന്നത്. ന്യൂസ് പേപ്പർ കളക്ഷനിലൂടെയും അതുപോലെ തന്നെ വേസ്റ്റ് സാധനങ്ങളുടെ കളക്ഷനിലൂടെയുമൊക്കെ വളരെയധികം പൈസ സമ്പാദിക്കുവാനും അങ്ങനെ ഇടവകക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയുമാണ് ആ ഇടവക ദേവാലയം ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ആക്കാനായിട്ട് സാധിച്ചത്. അഞ്ചു വർഷം അൾത്താര ബാലനായി ഇടവകയിൽ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു അച്ഛനാവണമെന്ന ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ പള്ളിപ്പണിയുടെ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച്
ബഹുമാനപ്പെട്ട ജോസ് മാളിയേക്കലച്ചൻ്റെയും ബഹുമാനപ്പെട്ട ജോജു അച്ഛൻ്റെയും അവർ ചെയ്ത ആ പ്രവർത്തനങ്ങളുടെയും അവർ തമ്മിലുള്ള സ്നേഹവും മൂലം എവിടേക്കോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അച്ഛനാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛനായിക്കൂടാ, എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്ത കടന്നു വരികയാണ്. പിന്നീട് അച്ഛൻ അൽത്താര ബാലന്മാരോടുള്ള ആ ഒരു സ്നേഹവും അവരോട് കാണിക്കുന്ന ആ ഒരു സഹകരണവും, അതുപോലെ തന്നെ ഇടവക ജനങ്ങളോട് അച്ഛൻ്റെ സാമീപ്യവും, കുർബാനയിലും പള്ളി പ്രസംഗങ്ങളിലുമൊക്കെ അച്ഛൻ്റെതായ ശൈലിയുള്ള പ്രസംഗമൊക്കെ വളരെയധികമായി ശ്രദ്ധിക്കുവാനും, തുടർന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം നിറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എന്നെ നയിക്കുകയുമാണ്. ഇതുപോലെ ഒരു അച്ഛനാവണമെന്ന്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജോജു അച്ഛൻ അന്ന് കാണിച്ചു നല്ല മാതൃക, ആരോടും പരിഭവമില്ലാതെ എല്ലാവരോടും ഒരുപോലെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, എല്ലാവരോടും ഒരുപോലെ ഇടപഴകുവാനായിട്ടുള്ള ശരിക്കും ക്രിസ്തു അന്ന് കാണിച്ചു തന്ന അതേ മാതൃക തന്നെയാണ് ജോജു അച്ഛനിൽ ഞങ്ങൾ അന്ന് കണ്ടത്. തുടർന്നാണ് അൽത്താര ബാലന്മാരായിരുന്ന ഞാനും എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന ബഹുമാനപ്പെട്ട ഷെബിൻ അച്ഛനും ജോജു അച്ഛനായിരിക്കുന്ന CMI സഭയിലേക്കും കോയമ്പത്തൂർ പ്രവിശ്യയിലേക്കും കടന്നു വരുന്നതും ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരായി അവിടുത്തെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും. അവനന്യമായ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. ഒരു വൈദികനാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ സെമിനാരിലേക്ക് ചേരുകയാണ് 2010 മെയ് മാസത്തിൽ. തീർച്ചയായിട്ടും സെമിനാരിൽ ചേരുമ്പോൾ അത് CMI സഭയിലേക്കാണ് എന്നോ കോയമ്പത്തൂർ പ്രൊവിൻഷ്യയിലേക്കാണെന്നോ അല്ലെങ്കിൽ കോയമ്പത്തൂർ പ്രൊവിൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് എന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവിടെ വന്നതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 18 സഹോദരങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റെക്ടറച്ചനായിരുന്ന സാബുച്ചൻ വളരെയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭയെ പറ്റിയും ചാവർ പിതാവിനെ പറ്റിയുമൊക്കെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വാതോരാതെയുള്ള അദ്ദേഹത്തിൻ്റെ ആ സംസാരവും അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫും ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ഞങ്ങളുടെ വൈദിക ജീവിതത്തിൻ്റെ ആരംഭദശ വളരെയധികം മനോഹരമായി മുന്നോട്ട് പോയി. നീണ്ട 14.5 വർഷത്തെ ഫോർമേഷൻ. തീർച്ചയായിട്ടും ദൈവം പല രീതിയിൽ ഈ 14 വർഷങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ പല വ്യക്തികളിലൂടെ ആകാം, ചില സംഭവങ്ങളിലൂടെ ആകാം. എന്നിരുന്നാലും ഈ ഒരു 14 വർഷക്കാലം കൂടുതലായി ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ദൈവാശ്ചര്യബോധത്തെ വളരുവാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കാലഘട്ടം ഓർത്തു പോവുകയാണ്. വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വൈദിക സന്യസ്ത ഫോർമേഷനിൽ ഒരു വേളയിൽ എനിക്ക് തോന്നിപ്പോവുകയാണ്, ഇതാണോ എൻ്റെ ദൈവവിളി? ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? തീർച്ചയായിട്ടും ആ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് സെമിനാരി വിട്ട് പുറത്തു പോകണം എന്ന ചിന്ത വളരെയധികമായിട്ട് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നൊരു സമയത്ത് ശരിയായി പ്രാർത്ഥിക്കുവാനോ സഹോദരങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുവാനോ ഒന്നും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ നിൻ്റെ വിളി അത് അച്ഛനാകാനായിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയത് എൻ്റെ നോയ്സ് മാസ്റ്ററായിരുന്ന എൻ്റെ ഗുരുവച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ വലിയകുളത്തിലച്ഛനാണ്. നോശ്യത്തി കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു പ്രാർത്ഥനാ ശൈലിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയിരുന്ന പല രീതികളുമൊക്കെയാണ് ഞങ്ങളെ അന്ന് ഇൻസ്പയർ ചെയ്തത്. തീർച്ചയായിട്ടും വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞെങ്കിലും വീണ്ടും എനിക്ക് ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് എൻ്റെ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാനും
ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ പുറത്തു കടക്കുവാനൊക്കെ ആയിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ഗുരുവച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ, സൗഹൃദം നിറഞ്ഞ സംഭാഷണവും തോളോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം നൽകിയ ഉപദേശങ്ങളൊക്കെയാണ് ഇന്നും എനിക്ക് എൻ്റെ ഈ സന്യസ്ത ജീവിതത്തിൽ കൂടുതലായിട്ട് യേശുവിനെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എന്നെ സഹായിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ആ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് ശരിയായി പ്രാർത്ഥിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് രാവിലെ 5:30 ആരാധനയ്ക്ക് ചാപ്പലിൽ വന്നിരിക്കും, എന്നാൽ ഒന്നും പ്രാർത്ഥിക്കുവാനോ അങ്ങനെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള പ്രാർത്ഥനയുടേതായിട്ടുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും ആരാധനയുടെ മുമ്പിൽ വന്നിരിക്കും. തീർച്ചയായിട്ടും ആ ദൈവത്തോട് ചേർന്നിരുന്ന ആ സമയങ്ങളിൽ ഞാൻ അറിയാതെ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിലെ ആ ഒരു പ്രശ്നത്തെ മാറ്റാനായിട്ട് പല വ്യക്തികളെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, എൻ്റെ ഗുരുവച്ചൻ, അങ്ങനെ ദൈവം പാകപ്പെടുത്തിയ എൻ്റെ ജീവിതത്തെ സ്പർശിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് ഈ ലഭിച്ച വിളിയെ അത് വേണ്ടാന്ന് വെച്ച് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഞാൻ സഹോദരനെ വിളിക്കുകയാണ്. അവനോട് പറയുകയാണ്, എടാ എനിക്ക് മതി, ഞാൻ അച്ഛനാവുന്നില്ല, വളരെയധികം ഒരു വിഷമസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയം എൻ്റെ സഹോദരനിലൂടെയും ഈശോ ഇടപെട്ടു. അവൻ അന്ന് എനിക്ക് തന്ന ആ ഒരു ധൈര്യവും, നീ ധൈര്യമായിട്ട് നീ ആരംഭിച്ച ഈ ഒരു ദൗത്യം അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് അവൻ അന്ന് ഉപദേശിച്ചു. എന്നെ അതും പൂർണ്ണമായിട്ട് ഈ ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്. എന്നെ അവിടുത്തെ വേലയിലേക്ക്, അവിടുത്തെ ജോലി ചെയ്യുവാനായിട്ട് എന്നെ ഒരുക്കിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദനയും ആ ക്രൈസിസുമൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. തീർച്ചയായിട്ടും അന്ന് ആരാധനയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ, അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ അഭയം പ്രാപിച്ചപ്പോൾ, തീർച്ചയായും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ നേരിടുവാനും അതിനെ അഭിമുഖീകരിക്കുവാനും പോസിറ്റീവായിട്ട് ദൈവത്തിൻ്റെ വിളിയോട് പ്രത്യുത്തരിക്കുവാനും എനിക്ക് സാധിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഞാൻ അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിൽ ചേരാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ കൊച്ചച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ജോജു ചിരയങ്കണ്ടത്തച്ഛൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് കയ്യൊപ്പ് ചാർത്ത് നൽകിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അന്ന് അത് തന്നപ്പോൾ എന്തിനാണ് ഈ ഒരു വിശുദ്ധ ഗ്രന്ഥം എനിക്ക് തന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ചിലപ്പോൾ അന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരു വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിരുന്നു വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ എനിക്ക് നെഞ്ചോട് ചേർത്ത് നിർത്തി പറയാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുടെ സമയത്തും എനിക്ക് സധൈര്യം മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ സഹായിച്ചത്, ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, അതിനെ ഫേസ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ വചനവും ഇന്ന് അനേകായിരങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എന്നെയും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ഈ വചനം അതതിൻ്റെ പൂർണ്ണതയിൽ പ്രാവർത്തികമാക്കിയ ഒരു ജീവിതമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് ആപ്തവാക്യമായി ഞാൻ തിരഞ്ഞെടുത്തത് വിശുദ്ധ പൗലോസ്ലീഹായുടെ ഈ വചനം.
കാരണം ഒത്തിരിയേറെ കുറവുകളുണ്ടായിരുന്നിട്ട് കൂടി ദൈവം ഇന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാനായിട്ട്, അനേകായിരങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, അനേകായിരങ്ങളോട് അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം അത് തന്നെയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. CMI സഭയിൽ ഇന്ന് ഞാൻ അംഗമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കോയമ്പത്തൂർ പ്രൊവിൻസിൽ ഞാൻ അംഗമായിരിക്കുമ്പോൾ, ചാവറപിതാവിൻ്റെ അതേ പൈതൃകവും ചാവറപിതാവിൻ്റെ അതേ വിഷനും ഇന്ന് ഞങ്ങളിലൂടെ തമിഴ്നാടിൻ്റെയും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത് ആ ചാവറപിതാവ് കാണിച്ചു തന്ന അതേ മാതൃക പിന്തുടരുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും ഇതുപോലെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളായ ഞങ്ങളും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പല പ്രതിസന്ധികളിടയിലും സധൈര്യം മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ വചനം തന്നെയാണ്. വൈദികനാകണം എന്നൊരാഗ്രഹമില്ലാതിരുന്ന എന്നെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഇന്ന് അവിടുത്തെ വേല ചെയ്യുവാനായിട്ട് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ചെറുപ്പത്തിൽ ജനിച്ച സമയത്ത് എൻ്റെ തലയിലെ ഒരു ചുഴി കണ്ട് അത് പട്ടച്ചുഴിയാണ് എന്ന് അപ്പാപ്പൻ അന്ന് പറഞ്ഞു. പിന്നീട് കാലങ്ങൾക്കിപ്പുറം ഞാനൊരു വൈദികനായി എൻ്റെ ബന്ധുക്കളുടെ ഇടയിലേക്ക് വരുമ്പോൾ അപ്പാപ്പൻ അന്ന് പറഞ്ഞ ആ ഒരു കാര്യം അവർ ഓർത്തെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലെ ദൈവം പ്രത്യേകമായ വിധം ഓരോ വ്യക്തികളെ അയക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മെ ഒന്ന് താങ്ങി നിർത്തുവാനായിട്ട്. പലപ്പോഴും ഇന്നത്തെ ഈ ലോകത്തിലെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ശ്രവിക്കാനായിട്ട്, കേൾക്കാനായിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ശ്രവിക്കാനായിട്ട് എൻ്റെ പ്രൊവിൻസിലെ, എൻ്റെ സഭയിലെ അംഗങ്ങളായിരുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ടായിരുന്നു. ആ ഒരു വൈദികരുടെ ജീവിതം തന്നെയാണ് ഇന്ന് എൻ്റെ ഈ വൈദിക സന്യാസ ജീവിതത്തിൽ എനിക്കെപ്പോഴും തുണയായി നിൽക്കുന്നത്. അവരുടെ ജീവിത മാതൃകയാണ് ഇന്ന് എനിക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തു കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ നടക്കുവാനുമായിട്ട് ഇന്ന് എനിക്ക് അവരുടെ ജീവിതം വളരെ വലിയൊരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും വൈദിക ജീവിതം ആരംഭിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം. കാരണം ക്രിസ്തു കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ ക്രിസ്തുവിനെ പിൻചെല്ലുവാനും അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിലെങ്ങും വളരാൻ നമുക്കൊന്നിച്ച് ഇറങ്ങിത്തിരിക്കാം. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി